റഹ്മാനിർ റഹീം ثم لتسألن يومئذ عن النعيم أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക രക്ഷിതാവും സർവപരിപാലകന്മായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കണേ എന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെയും ഒത്തുകയാണ്. വിശ്വാസിനികളെന്ന നിലക്ക് സന്ദർഭോചിതം മനസ്സിരുത്തേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഹപര സൗഭാഗ്യത്തിന് വേണ്ട വർത്തമാനങ്ങൾ ആത്മാർത്ഥമായി കേൾക്കാനും മനസ്സിലാക്കാനും, കേൾക്കുന്ന മനസ്സിലാക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുവാനും മാറ്റം വരുത്തുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യ ആഘോഷത്തിലാണ്. ലോകമെമ്പാടും ഇന്ത്യ രാജ്യം മുഴുവനും ആ ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ്. എല്ലാ സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ ആഘോഷം കഴിഞ്ഞു. നാടുകളിലും എല്ലായിടങ്ങളിലും അതിൻ്റെ ആഘോഷത്തിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളും ഇന്ത്യ സ്വാതന്ത്ര്യമായ സന്തോഷത്തിലും അതിൻ്റെ ആഘോഷത്തിലും നമ്മളാരും പിറകിലല്ല. നമ്മളും ആ കാര്യത്തിൽ ഭാഗവാക്കാകാണ്. ഈ ഇരിക്കണം നമ്മളൊക്കെ ഈ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കുന്നവരും ആ കാര്യത്തിൽ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പെറ്റ നാടിനോടുള്ള മഹബത്ത് ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അത് മനുഷ്യ സഹജ. ലോകത്തിൻ്റെ ഏത് ലോകത്ത് നിങ്ങൾ പോയി നോക്ക്, എവിടെ പോയാലും നാട്ടിലേക്ക് തിരിച്ചു വരുത്താനുള്ളൊരു മനസ്സ് ഒരു മനുഷ്യൻ്റെ താല്പര്യം. അവിടെ ഭയങ്കര സൗകര്യത്തിലായിരിക്കും, വളരെ ജീവിതത്തിൽ സുഭിക്ഷതയായിരിക്കും, സാമ്പത്തികമായിരിക്കും നല്ല മെച്ചുണ്ടാകും. എന്നാലും തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ കുടിലേക്ക്, തൻ്റെ കുഞ്ഞുമക്കളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരും കൊതിക്കാത്തവരും പ്രിയപ്പെട്ടവരെ ലോകത്താരുമില്ല. മനുഷ്യരെല്ലാം, ജീവികളടക്കം അങ്ങനെ തന്നെ. വലിയൊരു പണ്ഡിതൻ പറഞ്ഞതുപോലെ ഒട്ടകം ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റെ ആലിയിലേക്ക് വരാൻ അൽ ഇബ്ലു തഹിന്നു ഇലാ ഉത്വാനിഹാ വ ഇൻ കാന അഹദുഹാ ബഈദ. മനുഷ്യർ മാത്രമല്ല, ജീവികളും അങ്ങനെ തന്നെയാണ്. ഒട്ടകം ഇലയിലും ചുറ്റിക്കലങ്ങി അലഞ്ഞിരിഞ്ഞ് കുറേ നടന്നാലും അതിൻ്റെ ആലിയിലേക്ക് എത്തിപ്പെടാൻ അത് വെമ്പൽ കാണിക്കുമെന്നാണ്. ഒരു പക്ഷി താമസിക്കുന്ന സ്ഥലം അല്പം പ്രതികൂല സാഹചര്യമാണെങ്കിലും ആ പക്ഷിയും അത്വയ്യിറു ഇലാ വഖരിഹി വഇൻ കാന മൗളിഉഹു മുജ്തബ എന്ന്. അവിടെ വട്ടി വരേണ്ട പ്രദേശമാണ്, തുള്ളി വെള്ളം പോലും കിട്ടാൻ സാഹചര്യമില്ലാത്തൊരു സ്ഥലമാണെങ്കിലും പക്ഷി തൻ്റെ വീട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. വൽ ഇൻസാനു, മനുഷ്യനും ഇലാ വത്വനിഹി വഇൻ കാന ഗൈറുഹു അക്സറ നഫ്അ. നാടും ചുറ്റുപാടും മോന് മഈശത്തിനൊന്നും സാഹചര്യം അനുകൂലമല്ലെങ്കിലും ആ നാട്ടിലേക്ക് വരാൻ അവൻ കൊതിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, രാജ്യസ്നേഹം ആത്മാർത്ഥമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തെ നല്ലവണ്ണം സ്നേഹിക്കണം. സ്നേഹിക്കുന്നവരാണ് ഞാനുള്ളത്. മഹാനായ പ്രവാചകനാണ് നമുക്കിതിന് ഏറ്റവും വലിയ മാതൃക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. 13 കൊല്ലാണ് മക്കയിൽ പിടിച്ചെന്ന്. 13 കൊല്ലം മാട്ടും തുപ്പും പ്രയാസം സഹിച്ചിട്ടും തൻ്റെ അനുഗ്രഹീതമായ തൻ്റെ ജന്മനാടിൽ, പെറ്റു വളർന്ന നാട്ടിൽ നിന്ന് വിട്ടുപോകാൻ റസൂലുള്ളാഹി ആഗ്രഹിച്ചില്ല. വഹി കിട്ടിയ സന്ദർഭത്തിൽ വറഖത്ത് ബിൻ നൗഫലിന്റെ ചരിത്രം അറിയാത്തവരാണ് ഈ കൂട്ടത്തിൽ. ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി. അതിൽ മുൻ വേദഗ്രന്ഥത്തെ പറ്റി കൃത്യമായി ജ്ഞാനമുള്ള ആ മഹാപണ്ഡിതൻ പറഞ്ഞു, ഈ കുട്ടി നബിയാകുമെന്നതിന് തെളിവാണ്. കഴിഞ്ഞ പ്രവാചകന്മാരുടെ അരികിലേക്ക് വന്ന നാമൂസാണ്. എന്നിട്ട് ആ മനുഷ്യൻ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞു, ഇത് യുഖ്രിജുക ഖൗമുക. ഈ പ്രബോധനായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയ എൻ്റെ നാട്ടുകാരൻ എൻ്റെ നാട്ടിൽ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടുകൂടി അവിടുന്ന് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നോ, എന്നെ ഒരു പുറത്താക്കി. അല്ലാഹുവിന്റെ റസൂലിന് ഓർക്കാൻ പോലും സാധ്യമായിരുന്നു സ്വന്തം പെറ്റു പറഞ്ഞ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. റസൂൽ എന്നെ എൻ്റെ നാട്ടുകാരൻ എൻ്റെ നാട്ടിൽ പറഞ്ഞേക്ക് സംഭവിക്കുകയില്ലെന്നാണ്. പക്ഷേ അത് സംഭവിച്ചു എന്നത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തും. മഹാനായ റസൂൽ മക്ക വിട്ടു പോണ സമയത്ത് എത്ര വേദനയോടുകൂടിയാണ് യാത്രയായത്. രാജ്യസ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ മക്ക വിട്ടു പോകുമ്പോ വല്ലാഹി ഇന്നകി അർളില്ലാഹി ഇലല്ലാഹി,
നീയാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നാട്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്, എനിക്ക് ഏറ്റവും മഹബത്തുള്ള നാട്. ഈ നാട് വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. മക്കയിലേക്ക് നോക്കി റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഈ നാടിനോട് ഞാൻ ഇഷ്ടപ്പെടും, ഈ നാടിന് എനിക്ക് താല്പര്യമാണ്, ഈ നാട് വിട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. ലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് നമുക്ക് മാതൃക? നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ. തന്റെ പിറന്ന നാടിനോട് മഹബത്ത് കാണിക്കുന്നതിന് ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ മാതൃക മഹാനായ റസൂലുള്ളാഹിയാണ്. മക്ക വിട്ടു പോകാൻ റസൂലുള്ളാഹിക്ക് താല്പര്യമില്ല. ആ സമയത്ത് ആ ഖുർആൻ ആയത്ത് അവതീർണമാകുന്നില്ല. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. വിശ്വാസികളെ, പ്രവാചകന് എനിക്ക് അല്ലാഹു സമാശ്വാസം നൽകിയ ഖുർആനിലെ വചനമാണ്. നിനക്ക് ഈ നാട് അനുഗ്രഹീതമായിട്ടില്ല. പൂർവോപരി ശക്തിയോടുകൂടി നീ പിറന്ന മണ്ണിലേക്ക് നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരല്പകാലം കാത്തിരിക്കണം. അള്ളാന്റെ റസൂൽ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. മദീനത്തെത്തിയപ്പോൾ ആ നാടിനോട് പ്രവാചകന് വല്ലാത്തൊരു അനുരാഗം, വലിയൊരു സ്നേഹമുണ്ടായിരുന്നു. മദീനത്തെത്തിയിട്ട് റസൂലുള്ളാഹിക്ക് ആ നാടിനോട് ഭയങ്കര താല്പര്യം, മദീനയോടും താല്പര്യം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രദേശത്തിന്റെ ബൗണ്ടറി വിട്ടണ് പോയാൽ ഏകദേശം അടുത്തേക്ക് എത്തിയ നബിക്കൊരു ആവേശാണെന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കണം. മദീനയുടെ ഏകദേശം ഒരു ബൗണ്ടറിക്ക് എത്തിയ നബിക്കൊരു വല്ലാത്തൊരു താല്പര്യം, ഒട്ടകത്തിനൊന്ന് സ്പീഡ് കൂട്ടുമെന്നാണ്. എന്താ? ആ രാജ്യത്തോട് താൻ എവിടെയാണോ കഴിച്ചു കൂട്ടുന്നത് ആ രാജ്യത്തോടുള്ള വലിയൊരു മഹബത്ത് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ആ നിലയ്ക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാകണം. ഈ രാജ്യത്തോട് നമുക്ക് കടപ്പാടും, അതോടൊപ്പം തന്നെ ഈ നാടിന്റെ നന്മക്ക് വേണ്ടി നമ്മളാൽ പറ്റുന്ന പരിശ്രമങ്ങൾ നടത്തുന്നു. നമ്മൾ ഒരിക്കലും ഈ നാടിനെ നശിപ്പിക്കുന്നവരായി മാറാൻ പാടില്ല. മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിനെ മോശമായി ചിത്രീകരിക്കുന്നു മീഡിയകൾ. അതിന് ചെറിയ ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ഈ ഖുതുബ കേൾക്കാം. നാടിനെ തകർക്കുന്ന വർഗീയതയും അതുപോലെ തന്നെ വിദ്വേഷവും മതപ്രശ്നങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കാൻ നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ സമീപനങ്ങളോ നമ്മുടെ പെരുമാറ്റങ്ങളോ കാരണമാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിം ആകുക. തീവ്രവാദത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവനും അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നവനും നമ്മിൽപ്പെട്ടവൻ എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. സമാധാനം വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല പ്രിയപ്പെട്ടവരെ ഇസ്ലാം. ഇല്ലേ, ഇന്ന് ചില പള്ളികളിൽ കാണുന്ന ഒരു ജീവനില്ലാത്തൊരു മരത്തിന്റെ വാള് പത്രത്തിൽ ഒരു ഏതാനും കുറച്ചു മുമ്പ് ഒരു വാർത്തയിൽ വന്നു. ഇസ്ലാം മതം ഈ വാള് കൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് നേതൃത്വം നൽകുന്ന ഇമാമ് വാള് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ പത്രത്തിൽ വന്നു, വാർത്തയായി വന്നു. അതൊക്കെ ചില ആളുകളുടെ ചില താല്പര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ വാള് പിടിച്ച് ആ നിലക്കുള്ള ഖുതുബയുടെ മാതൃക നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആദർശത്തിന്റെ അജയ്യത കൊണ്ടാണ് ഈ മതം മനുഷ്യ മനസ്സുകളെ കീഴടക്കിയത്. വളരെ ചുഖമക്കം പദ്ധതിയുടെ സമയത്ത് അള്ളാന്റെ റസൂലിനെ കണ്ണീര് കുടിപ്പിച്ച, വിഷമിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ ആളുകൾ പ്രവാചകന്റെ കൈകളിൽ കിട്ടിയപ്പോ അള്ളാന്റെ റസൂലിന്റെ സമീപനം എന്താണ്? അള്ളാന്റെ റസൂൽ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമായിരുന്നത്. റസൂലുള്ളാഹിന്റെ കാവൽ ഭടന്മാരായ എന്തിനും ഒരുക്കമുള്ള പ്രവാചകന്റെ സ്വഹാബാ കിറാം ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള ചുണക്കുട്ടികൾ അപ്പുറത്തുണ്ട്. അള്ളാന്റെ റസൂലിനെ വിഷമിപ്പിച്ച സകലരും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രംഗം കണ്ടപ്പോ നബി ചോദിച്ചു, എന്ത് ചെയ്യുമെന്നാ കൂട്ടരെ നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കുന്നത്? റസൂൽ വളരെ ആ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി എന്താണ്? അങ്ങ് മാന്യനാണ്, മാന്യമായിട്ട് ഇതുവരെ ഞങ്ങളോട് അങ്ങ് പെരുമാറിയിട്ടുള്ളൂ, അതുകൊണ്ട് മാന്യമായി ഞങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കണം. അപ്പോഴും അവർ ഒരിക്കലും അവരെ ഫ്രീ ആക്കി വിടുമെന്നവർ വിചാരിച്ചിട്ടേയില്ല. വിശ്വാസികളെ, ഇസ്ലാമാണിത്. ഞാനും നിങ്ങളും ജീവനേക്കാൾ സ്നേഹിക്കുന്ന അല്ലാഹുമ്മ ബിക അസ്ബഹ്ലേ അല്ലാഹു അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇസ്ലാം വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ. എല്ലാ പ്രഭാതങ്ങളിലും നമ്മൾ ചെല്ലുന്ന ദിക്റുകളാണല്ലോ അത്. നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമാണ് പ്രിയപ്പെട്ടവരെ. ഇസ്ലാമായതിൽ, മുസ്ലിമായതിൽ അള്ളാഹു നമുക്ക് സംതൃപ്തിയാണ്. നമ്മുടെ മതമാണിത്, വിട്ടുവീഴ്ചയുടെ മതമാണ് ഇസ്ലാം. എല്ലാവരോടും നല്ല നീതി വർത്തിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതര മതസ്ഥരില്ലേ നമ്മുടെ നാട്ടിൽ? അന്യമതസ്ഥരില്ലേ? അയൽവാസി പട്ടിണി കിടക്കുമ്പോ
വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിം അല്ലെന്ന് പഠിപ്പിച്ചു. അത് അയൽവാസി ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ ജാതിയുള്ളവനാണോ ജാതിയില്ലാത്തവനാണോ നോക്കേണ്ടതില്ല. മനുഷ്യനാണോ എങ്കിൽ അവന് ഫുഡ് നൽകണം. അല്ലാതെ നമ്മൾ ഏമ്പക്കം വിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ അംശം പോലും അവന്റെ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന് മഹാനായ റസൂൽ പഠിപ്പിക്കണം. ഇതര മതസ്ഥരോട് എങ്ങനെ നമ്മൾ പെരുമാറണം നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം ഇത്തരം ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് നമ്മളിലൂടെ വായിക്കാൻ നമുക്ക് അവസരം നൽകണം. ഇതര മതസ്ഥരോട് ഖുർആനിലെ മുംതഹന സൂറയിൽ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കാത്തവർ. ഖുർആൻ മറ്റുള്ള ഇതര മതസ്ഥരോട് നമ്മുടെ സമീപനം പറയണം. ഈ ആയത്തൊക്കെ നിങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നമ്മൾ ഈ സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലേ? എന്തോ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ വിഷമത്തോടെ കേൾക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും എന്താണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാം എന്ന സമാധാനത്തിന് അന്വർത്ഥമാണ് ആ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളോട് സഹോദരങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഖുർആൻ പറയാണ്, നിങ്ങളെ വിഷമിപ്പിക്കാത്തവരോട് നിങ്ങൾ സ്നേഹത്തിൽ വർത്തിക്കണം. ആ ആയത്തിന്റെ ബാക്കി അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അൻ തബറൂഹും എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യണം എന്നാണ്. എന്താ പുണ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചെന്താന്നോ, വിശ്വാസികളോടെ വഞ്ചന പാടില്ലാത്തുള്ളൂ, വിശ്വാസികളോടെ ചതി പാടില്ലാത്തുള്ളൂ, മറ്റുള്ളവരോടൊന്നും ചതിയും വഞ്ചനയൊന്നും ആയാൽ കുഴപ്പമില്ല എന്ന് ധരിച്ചു വെച്ചാൽ ഇവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പാടില്ല. മനുഷ്യരോട് പാടില്ല, ഒരാളോടും പാടില്ല. ചതിയും കള്ളത്തരവും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും ആരോടും പാടില്ല, ഏതൊരാളോടും പാടില്ല. അത് ഇസ്ലാം പഠിപ്പിക്കാൻ. ഖുർആൻ പറയാൻ തബറൂഹും, നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞേക്കാൻ ശ്രമിക്കാത്തവർ, നിങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താത്തവരോട് തബറൂഹും, അവരുടെ പുണ്യത്തിൽ വർത്തിക്കണം. വതുഖ്സിതു ഇലൈഹി, നീതി കാണിക്കണം. ഖുർആന്റെ വല്ലാത്തൊരു വചനമാണ്. വിശ്വാസികളെ, ഈ ലോകത്ത് ധാരാളം ജനങ്ങളെ കേൾപ്പിക്കേണ്ട ഖുർആന്റെ വചനമാണ്. നിങ്ങൾ കേൾപ്പിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മനസ്സോടെ ജുമുഅ ഖുത്ബ കേൾക്കാൻ വിശ്വാസികളെ ഈ അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുവാണ്. അൻതബറൂഹും, പുണ്യം ചെയ്യണമെന്ന്, അവർക്ക് നീതി കാണിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കാണിക്കുന്നവരെ റഹ്മാനായ ഇഷ്ടപ്പെടുന്നുവെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാടിനെതിരാകാൻ പാടില്ല. നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഭരണകൂടം പ്രശ്നങ്ങളൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രത്തോളം എന്നാൽ വോട്ട് പോലും കൊള്ളയടിക്കപ്പെട്ടൊരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രയാസങ്ങളാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളാൽ ഈ നാട് നന്മയുണ്ടാക്കാൻ എന്ത് പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ടും ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്ക്. എത്രമാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്, എത്ര വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ 3 വിഭാഗമായി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ദാറുൽ ഇസ്ലാം, മറ്റൊന്ന് ദാറുൽ ഹർബ്, മറ്റൊന്ന് ദാറുൽ ദഅവ. 3 തലങ്ങളിലാണ് മുസ്ലിങ്ങൾ ലോകത്ത് താമസിക്കുന്നത്. ഒന്ന് ഇസ്ലാമിക ശരീഅത്തുള്ള രാജ്യത്തിൽ ജീവിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. ഇസ്ലാമിക ശരീഅത്തുള്ള, സൗദി അറേബ്യ പോലെ ഇസ്ലാമിക ശരീഅത്തുള്ള ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ. എന്നാൽ ദാറുൽ ഹർബിൽ താമസിക്കുന്നവരുണ്ട്. ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പറഞ്ഞാൽ അതൊരിക്കലും ഉൾക്കൊള്ളാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന ഭരണകൂടവും ഭരണകർത്താക്കളുള്ള രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ. അവിടെയും ഒരു മുസൽമാന്റെ നിലപാട് എന്തായിരിക്കും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുണ്ട്. മറ്റൊന്ന് ദാറു ദഅവ അല്ലെങ്കിൽ ദാറു സുൽഹാൻ, നമ്മളൊക്കെ ആ കൂട്ടത്തിലാണ്. മതസ്വാതന്ത്ര്യം ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അത് പ്രചരിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനും നമുക്ക് ഭരണഘടന അനുവാദം നൽകുന്ന അനുഗ്രഹീതമായ ഒരു നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഫലസ്തീനിലൊക്കെ 2 ആഴ്ച മുമ്പ് ഒരു ഖുത്ബ വൈറലായി വന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഖത്തീബ് മെമ്പറും കയറിയിട്ട് ആ നാടിന്റെ പട്ടിണിയും പ്രയാസവും വിഷമവും പ്രിയപ്പെട്ടവരെ ശരിക്കും നമുക്കൊന്ന് ബോധ്യപ്പെടും. ഒരു ഖത്തീബ് മെമ്പർ കയറിയിട്ട് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എന്താ പറയണത്? ലാ ഖദ്റു അലൽ കലാമി ബിസബബിൽ ജൂഇ, വിശപ്പ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. വലാ തഖ്ദിറൂന അല ഇസ്തിമാഇ ബിസബബി ജൂഇ, എനിക്ക് വിശപ്പ് കൊണ്ട് ഒരു വാക്കും പറയാൻ സാധിക്കുന്നില്ല. ഹംദും സലാത്തും കഴിഞ്ഞ് ഖുത്ബ മെമ്പർ ലോകത്തെ ഇത്രയും ചുരുങ്ങിയ പ്രസംഗം ലോകത്ത് ആ സംസാര ഫലസ്തീനിൽ ഒരു ഖത്തീബ് നടത്തിയ പ്രസംഗമായി. അദ്ദേഹം പറയാൻ എനിക്ക് വിശപ്പ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. വലാ തഖ്ദിറൂന, നിങ്ങൾക്കും വിശപ്പ് കൊണ്ട് സംസാരം കേൾക്കാനും സാധ്യമല്ലെന്ന് എനിക്കറിയാം. അഖിമിസ്സലാ, ഖാമത്ത് നിസ്കാരം കഴിഞ്ഞ് വരിക.
അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. മുസ്ലിം സഹോദരങ്ങൾ, പലസ്തീനിലെ മുസ്ലിങ്ങളെ പറ്റി പറയണോ? എത്ര കഷ്ടപ്പാടിലാണ്, എത്ര വേദനയിലാണവർ. ജുമഅക്ക് പോകണോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളുള്ള മുസ്ലിം സഹോദരങ്ങൾ മറ്റുള്ളവരെ ഓശാരം കൊണ്ട് ജുമഅക്ക് പോകുന്നവർ, തോക്ക് പിടിച്ചു നിൽക്കുന്നതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ, എത്ര വിഷമകരമായ അവസ്ഥകൾ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട്. ഞാൻ ഓതിക്കേൾപ്പിച്ചൊരായത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഇന്ത്യ രാജ്യത്ത്, വിശിഷ്യ കേരളത്തിൽ കഴിയുന്ന ഞാനും നിങ്ങളും എത്ര റബ്ബിനോട് ശുക്ർ പറയണമെന്ന്. അള്ളാഹു അനുഗ്രഹങ്ങളെ പറ്റി ചോദ്യം ചെയ്യുന്ന നമ്മളൊക്കെ വിചാരിച്ചെന്താണോ? ഭക്ഷണവും മറ്റുള്ളത് മാത്രമല്ല, ആരാധനാ സ്വാതന്ത്ര്യം അതിൽ ഏറ്റവും പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, മംഗളാലിച്ചു നമുക്ക് കുടുംബസമേതല്ലേ പള്ളിയിൽ വന്നത്? കുഞ്ഞുമക്കളോടൊപ്പം എത്ര സന്തോഷത്തോടെയാണ്. ഇതിന് പോകാൻ പറ്റാത്തവരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാര്യയും മക്കളും കുടുംബവും ഒന്നിച്ച് ജുമഅക്ക് പോകാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എത്ര വിഷമങ്ങളിൽ കഴിയുന്നവരുണ്ട്, വിഷമകരമായ അവസ്ഥകൾ. എന്ന് ഖുർആൻ പലയിടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സഹാബത്ത് അനുഭവിച്ച വിഷമങ്ങളെ പറ്റി പറഞ്ഞുവെങ്കിൽ അതേ അവസ്ഥകൾ കഴിയുന്ന എത്ര ആളുകളുണ്ട്, എത്ര വിഷമങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന എന്താണെന്നോ, നമ്മൾ ഈ ലോകത്ത് അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞിറക്കാൻ പറ്റും. റോഹിംഗ്യൻ മുസ്ലിംസ്, അതുപോലെ തന്നെ ഫലസ്തീനിലെ മുസ്ലിം, ചൈനയിലും ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു മുസൽമാനാണെന്നറിഞ്ഞാൽ അവർ വകവരുത്തുന്നല്ലോ. അത് നമ്മളെപ്പോലെ പാപ്പിയും പെറ്റുമക്കൾ വളർത്തിയ മക്കളും കുടുംബവും ഞാൻ ജീവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയും. നന്ദിയുള്ളവരാകണം നമ്മൾ. നന്ദി കാണിക്കണം. നമ്മൾ തീവ്രവാദത്തിന് ശ്രമിക്കുന്നവരാകാൻ പാടില്ല. ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാകണം. ഈ നാടിന് നന്മയുണ്ടാക്കുന്നവരാകണം. ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് പുണ്യാണ്. ആരെങ്കിലും ഈ നാടിനെ നശിപ്പിക്കുവാനും ഇതിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിം അവനെ തടയാൻ അവന് സാധിക്കണം. അല്ലാണ്ട് റസൂൽ പറഞ്ഞല്ലോ, കപ്പൽ യാത്രക്കാരുടെ ഉദാഹരണം പറഞ്ഞെടുത്ത് റസൂൽ അതാ പറഞ്ഞത്. മുകൾ തട്ടിൽ യാത്ര ചെയ്യുന്നവർ അടിയിൽ തട്ടിലുണ്ട്. 2 തട്ടിലാണ് കപ്പൽ യാത്ര. ആർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ നടുവിലൂടെ പോകുന്ന കപ്പലിൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണോ മേലെ തട്ടിൽ പോകണോ? അള്ളാന്റെ റസൂൽ വലിയൊരു പാഠം ലോകത്തെ പഠിപ്പിക്കണം, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് മേലെ തട്ടി പോകണം. അത് അവർക്ക് ശല്യമാണ്. അങ്ങോട്ട് കയറി ഇറങ്ങിക്കാകുമ്പോൾ പലരും പ്രയാസമായിട്ടൊക്കെ പറയുന്നുണ്ടാകും. അപ്പൊ അടിയിൽ തട്ടുള്ള ആളുകൾ വിചാരിക്കുക, അടിയിൽ ജസ്റ്റ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് യഥേഷ്ടം വെള്ളം ആവശ്യത്തിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? മഹാനായ പ്രവാചകൻ ഈ പരിശുദ്ധ പ്രവാചകന്റെ ഈ തിരുവചനം ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തട്ടിച്ചു നോക്കണം. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞെന്താണെന്നോ, ഈ പ്രവർത്തനം ചെയ്യുന്ന, ഈ ത്വരംഗം വെക്കുന്ന, ഈ പ്രശ്നം ചെയ്യുന്ന ആളുകളെ കണ്ടവർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ കപ്പൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങി തകർന്ന് തരിപ്പണമായി സകലം ജീവനാശമടയുമായി. അള്ളാന്റെ റസൂൽ പറയാ, പ്രിയപ്പെട്ടവരെ, നന്മയുടെ വക്താക്കളായി മാറണം. ഈ നാട് നന്മയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതോടൊപ്പം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റുള്ള ഇതര മതസ്ഥരായ ആളുകളൊക്കെ ഭരണം നടത്തുന്ന രാജ്യം ജീവിക്കുമ്പോൾ നമ്മൾ ആദർശത്തിന് കൃത്യതയും കണിശയും നമുക്കുണ്ടാകും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ മതം, നമ്മുടെ രാജ്യം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകും. ഏറ്റവും വലിയ തൗഫീഖ് എന്താണെന്ന് പറയുന്നത് അമ്നാണ്, നിർഭയത്വം. സൂറത്ത് നൂറിലൊരായത്ത് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ഈ സംസാരം ഏകദേശം അവസാനത്തിലേക്ക് എത്തും. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി മിൻകും ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. അല്ലാഹുവിന്റെ ഖുർആനിലെ വചനമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ് ഈ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചതമ്പുരാൻ. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് കോടാനുകൂടി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന പടച്ചറബ്ബ് നമ്മോട് പറയാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം നൽകുകയാണ്. ഈ സൂറത്ത് നിങ്ങൾ ഈ ആയത്ത്, നൂർ സൂറയിലെ ഈ ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഖുർആൻ ഓതുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിവരയിട്ട് പഠിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചെറുപ്പ് നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ്. എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾക്ക് അല്ലാഹു ഖിലാഫത്ത് നൽകും. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. മുൻകഴിഞ്ഞ ആളുകൾക്ക് അല്ലാഹു നൽകിയിരുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, എത്ര കാലഘട്ടം ഇന്ത്യ രാജ്യം പ്രിയപ്പെട്ടവരെ, എത്ര കാലം മുസ്ലിം സഹോദരങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാൽ ഈ രാജ്യത്ത് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ല. നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി നമ്മളാൽ പറ്റുന്ന പരിശ്രമങ്ങൾ നമ്മൾ വ്യാപൃതരാകാതെ വേണം മുസ്ലിമായി ജീവിക്കും. ആ ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നസീഹത്തുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ ഒരുക്കാണോ എല്ലാ പുഷ്പം പോലെയാകുമെന്ന ഖുർആൻ വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി മിൻഹും ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും. നിങ്ങൾ തൃപ്തിപ്പെടുന്ന മതം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉള്ള തരും. അപ്പം എന്താ ജുമാക്ക് പള്ളിയെ സ്വൈരായിട്ട് പോകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകും, നിങ്ങളെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. ഇന്ന് പല രാജ്യങ്ങളിൽ അങ്ങനെയല്ലല്ലോ പ്രിയപ്പെട്ടവര്. രക്ഷിതാക്കൾ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ തിരികെ വരുന്ന സമയത്ത് മക്കളെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, പല നിലക്കുള്ള വിഷമങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട് സ്വൈരമാണ്, സ്വസ്ഥതയുള്ളതാണ്. അമ്നെന്ന് പറഞ്ഞ കുറവാണ്, നിങ്ങൾക്ക് സ്വസ്ഥത നൽകും, സമാധാനം നൽകും. അതിന് അള്ളാഹു പറഞ്ഞൊരു വലിയൊരു പണിയുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്താ? അള്ളാഹു പറയാണ് അതിനെന്ത് ചെയ്യണം? ലയസ്തഖ്ലിഫന്നഹും കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിർഭയത്വം നിങ്ങൾക്ക് നൽകാം. യഅ്ബുദൂനനി. ഈ ഖുതുബകൾക്ക് എല്ലാവരും ആലോചിക്കാൻ ഈ പണിയിൽ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, യഥാർത്ഥ വിശ്വാസികളാകണം, മുവഹ്ഹിദീങ്ങളാകണം. പോരാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. എന്നിട്ടോ ആയത്ത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കണില്ലെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ദുർമാർഗികളാണ്. അള്ളാഹു ഇഷ്ടപ്പെടൂല. അള്ളാഹിന്റെ ഖുർആനിലൊരു വാക്ക് പ്രിയപ്പെട്ടവർ എത്ര യാഥാർത്ഥ്യമില്ല. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ എന്ത് വിഷയങ്ങളാണ് പുലരാതിരുന്നിട്ടുള്ളത്, എല്ലാം കൃത്യമായി പുലർന്നിട്ടുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ ആശയം ഈ ആയത്തിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി നമ്മൾ മുന്നോട്ട് പോയാൽ യഥാർത്ഥ മുസ്ലിങ്ങളാണ്, യഥാർത്ഥ മുവഹ്ഹിദീങ്ങളാണ്. ദഅവ പ്രബോധന നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യമുണ്ട്, അനുകൂലമാണ്. ദഅവത്തിൽ നമ്മളാൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കണ്ണികളാവുക എങ്കിൽ അള്ളാഹു പറയാണ് ലയസ്തഖ്ലിഫന്നഹും. നിങ്ങൾക്ക് ഇവിടെ സ്വൈരമായി ജീവിക്കാൻ അവസരം തരും, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകും, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം നൽകുന്ന വിശ്വാസികളെ. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും, വിശിഷ്യ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ നിർഭയരാണ്, അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹം നമ്മൾ കൃത്യമായി മുതലാക്കുമ്പോഴാണ് നാളെ പരലോകത്ത് അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവും. ലഇൻ ശകർതും ലഅസീദന്നകും. നന്ദി കാണിച്ച ഏറ്റവും അനുഗ്രഹം തരും. അനുഗ്രഹത്തിന് നന്ദി കാണിച്ചാൽ അള്ളാഹു ഏറ്റവും അനുഗ്രഹം തരും. പരിശുദ്ധ ഖുർആനിലെ അറാഫ് സൂറയിലെ ആയത്തിന് നാട്ടുകാർ, രാജ്യക്കാരെ നിങ്ങൾ വിശ്വാസികളാവുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണെങ്കിൽ ബറക്കത്ത് തരുന്നു. അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ബറക്കത്തിന് അനുഗ്രഹങ്ങൾ തരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ നമുക്ക് നൽകുക. അതിന് അള്ളാഹു വെച്ച നിബന്ധന എന്താ? യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖിയായി നമ്മൾ ജീവിക്കണം. പക്ഷെ ഒട്ടുമിക്ക ആളുകളും കളവാക്കി തോന്നിയതുപോലെ ദുർമാർഗീയത്തിൽ സഞ്ചരിക്കുന്നു. അപ്പൊ അള്ളാഹു പറയുന്നു ഫാഖിദിനാഹും ബിമാ കാനൂ യക്സിബൂൻ. അപ്പൊ പടച്ചവനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കുക, നന്മയിൽ മുന്നേറുക, റബ്ബിനോട് അടുക്കുക, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമുക്ക് യാത്ര പറയാം. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത രോഗങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഏതവസ്ഥയിലാണ് നാളെ നോക്ക് തീർച്ചപ്പെടുത്തി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റബ്ബിനെ മറക്കാതെ യഥാർത്ഥ മുസ്ലിമായി നമ്മുടെ പ്രാർത്ഥന എന്താ? തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. തവഫനാ മുസ്ലിമീന, മുസ്ലിമായ റബ്ബേ ഞങ്ങൾ നീ മരിപ്പിച്ച് സജ്ജനങ്ങളിൽ ചേർക്കണേ. ഏത് സമയത്ത് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നം, ആഗ്രഹം. അതിനായിട്ടാകട്ടെ നമ്മുടെ പരിശ്രമം. ഒരാൾക്കും നമ്മളാൽ പ്രയാസം ഉണ്ടാകരുത്, ഒരാൾക്കും വിഷമം ഉണ്ടാക്കരുത്. എല്ലാവരോടും നല്ല നിലയിൽ, നല്ല സ്വഭാവത്തിലും, നല്ല പെരുമാറ്റത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികളെ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സമാധാന സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. റഹ്മാനായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.
വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അയ്യുന്നാസു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. വിശ്വാസികളെ, ഏതേത് സാഹചര്യത്തിലും ഒരു മുസൽമാൻ ഏത് നിലക്ക് മുന്നോട്ട് പോകണം എന്നതാണ് ജസ്റ്റ് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ നിലപാടുകളും നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളും എങ്ങനെയാവും വിശ്വാസികളെ. അതോടൊപ്പം തന്നെ ഒരു നിരാശയുടെ അംശയം നമുക്ക് വേണ്ടതില്ല. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ നാമം തോന്നുന്ന അള്ളാഹു മുഅ്മിനാണ്, മറ്റൊന്ന് മുഹൈമിനാണ്. അള്ളാഹ് അനുഗ്രഹിക്കും. യഥാർത്ഥ വിശ്വാസികളാണ് ഒന്നും പേടിക്കണ്ട. അള്ളാഹിൻ്റെ തൗഫീഖ് നമുക്കുണ്ടാവും. മുഅ്മിൻ എന്ന വാക്ക് നിർഭയത്വം നൽകുന്നവനെന്നാണ്. മുഹൈമിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാ നിലക്കും അഭയം നൽകുന്നവനെന്നാണ്. അത് റഹ്മാനായ റബ്ബിൻ്റെ മഹനീയ നാമങ്ങളിൽ ഒന്നാണ്. ഞാൻ എന്ത് വേണം ആ റബ്ബിനോട് നമ്മൾ അടുക്കണം. പ്രാർത്ഥന ഏറ്റവും പ്രധാനം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും ഹറമിൽ പ്രാർത്ഥന കാണാം. അവിടുത്തെ ഇമാമിങ്ങൾ പ്രാർത്ഥിക്കണം, ഫലസ്തീൻ. എല്ലാ വെള്ളിയാഴ്ചകളിൽ എത്ര തവണകളിലാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ആരൊക്കെ, വിശിഷ്യ ഫലസ്തീൻ അതുപോലെയുള്ള ഇടങ്ങളിൽ ഇസ്ലാം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ആരൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് അള്ളാഹ് ഇടപെടും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സഹായിക്കും. എന്നാൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ വിശ്വാസികൾക്കേ ഉണ്ടാകുള്ളൂ. വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിച്ചത്. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. നമ്മൾ സന്തോഷത്തിൽ കഴിയുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലേ? ജുമാ ഖുത്ബയിലെ ഒരു ഫർള് എന്താ? വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 5 ഫർള ജുമാ ഖുത്ബക്കുള്ളത്. ഹംദു സ്വലാത്തും ഖുർആനിലെ ആയത്തോട് തഖ്വ കൊണ്ടുള്ള വസിയത്ത്, വിശ്വാസികൾക്കുള്ള പ്രാർത്ഥന. അത് നമ്മൾ അറബി തന്നെ നിർവഹിക്കണം. ചില ആളുകൾക്കൊക്കെ അല്ലേ, അവിടെ പള്ളിയിൽ പോയാൽ ശരിയാവില്ല, ഇരിക്കണം. നിങ്ങളൊക്കെ നമുക്കൊന്നും അങ്ങനത്തെ ധാരണയില്ല. ചിലയിടങ്ങളിൽ അങ്ങനെയാണ്. ആ പള്ളിയിൽ പോയാൽ ശരിയാവില്ല. യഥാർത്ഥത്തിൽ ഖുത്ബയുടെ ഫർള് 5 ഒന്ന് ഹംദ് സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഖുർആനിലെ ആയത്തോണം, പിന്നെ തഖ്വ കൊണ്ടുള്ള വസിയത്ത്, പിന്നെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതാണ് ഖുത്ബയുടെ ഫർള്. നമ്മൾ അറബി തന്നെ നിർവഹിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാത്തൊരു പ്രാർത്ഥനയാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന അല്ലാഹ് റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണം നമുക്കൊക്കെ അല്ലാഹ് പുറത്ത്. മരിച്ചുപോയ വലിഇഖ്വാനിന അല്ലദീന, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് കാലങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹ് നീ പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞാൽ നമ്മളെ കബറിൽ കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും ആ പ്രാർത്ഥന കിട്ടി. നമ്മുടെ വല്ലിപ്പാക്ക് ആ പ്രാർത്ഥന കിട്ടി. ആദനബിക്ക് ആ പ്രാർത്ഥന കിട്ടി. എല്ലാവർക്കും കിട്ടി. വിശ്വാസികളുടെ ആ മനസ്സിന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരേത് അല്ലേ? തമ്മിൽ ദുആ ചെയ്യുന്നത് വിശ്വാസികൾ ലോകത്തെ മുഴുവൻ പ്രാർത്ഥിക്കാൻ, റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ടാ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ ഉൾക്കൊണ്ട് മരിച്ചവർക്കൊക്കെ കൊടുത്തു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞെന്താണോ, ഒരാൾ നിരാശപ്പെടേണ്ടതില്ല. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ മുന്നേറുമ്പോൾ അള്ളാഹിന്റെ ഇടപെടലുണ്ടാവും. പ്രാർത്ഥനയില്ലേ അല്ല പരിഗണിക്കൂല. സംസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് ഓടിപ്പോകും. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് ചൊല്ലിപ്പറയാനുള്ളതൊക്കെ ചൊല്ലിപ്പറഞ്ഞ് പോകാവൂ. പ്രിയപ്പെട്ടവരെ, റോഡൻ ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് തട്ടി മറിഞ്ഞു വീണ പൊയിലേക്കായി. ഇന്നലെ ഒരു ബഹുമാനായ സഹോദരൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ അളിയൻ സൗദിയിലെ UAE ഡോക്ടറാണ്. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല ആഫിയത്തുള്ളൊരു ഓർത്തോ ഡോക്ടറാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ടെസ്റ്റ് പ്രയാസം വരുന്നു, മരണപ്പെടും. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മളിങ്ങനെ ഓട്ടത്തിനിടയിൽ എവിടെയാണ് തട്ടിത്തറിഞ്ഞു വീഴാന്നറിയില്ല. എല്ലാവരും മനസ്സിലായിക്കോളും. അതുകൊണ്ട് അങ്ങോട്ടുള്ള വിഭവങ്ങൾ കയ്യിലുണ്ടോ എന്ന് നല്ല ഉറപ്പുവരുത്തിക്കും. അതിന് പ്രാർത്ഥനയും പ്രവർത്തനവും ജീവിതം നന്നാക്കലേ വഴിയുള്ളൂ. അതിനൊക്കെ പറ്റും നല്ലൊരു സാഹചര്യമുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സംസ്ഥാനത്താണ് നമ്മൾ കഴിയുന്നത്. അതിനനുകൂലമായ അവസ്ഥയെ നമുക്കുള്ളത്. ഇല്ലാത്ത ആളുകളെ പറ്റി ആലോചിക്കും നമ്മൾ. അൽഹംദുലില്ലാഹ്, അതാണ് സുഖമലത്തുസ്തലുന്ന. എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം, ഈ സൗകര്യമൊക്കെ കിട്ടിയിട്ട് നിന്റെ നിലപാടെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹ് എന്നാൽ പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. വിശ്വാസികളെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക.
ഒരു കാര്യം കൂടി, പള്ളിയിൽ കയറി വരുമ്പോൾ നമ്മൾ തഹിയ്യത്ത് നിസ്കാരം ഇവിടെ ബാങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പല സമയങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നിൽക്കരുത്. ഇനി ഒരു 6-7 ആളുകൾ ബാങ്കിൻ്റെ ജവാബ് കൊടുക്കാൻ വേണ്ടി നിസ്കരിക്കാതെ നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ വേഗം വന്നാൽ ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞ് ബാങ്കിൻ്റെ മുമ്പ് പള്ളിയിലെത്താൻ ശ്രമിക്കുക എല്ലാവരും. അഥവാ 1 മിനിറ്റോ 2 മിനിറ്റൊക്കെ വൈകിയോ നമ്മൾ ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? വേഗം നിസ്കരിക്കാൻ. ബാങ്കിന് ജവാബ് കൊടുക്കുന്നതിനേക്കാൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വേഗം തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ഖുതുബയിലേക്ക് നമ്മൾ മുഴുകാണ് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരാൾ ഇനിമേൽ ഈ ഖുതുബ കേട്ട ആളുകൾ, ഇനി മജ്‌ലിസിൽ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത്. ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് തഹിയ്യത്താണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതം നന്മയിലാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഇതിലുപരി സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സുഖം നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അന്യതിലുള്ള നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ ലഭിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി ശുക്ർ കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ഉച്ചരിച്ച് അവസാനം അത് ഉച്ചരിച്ച് ഈ ലോകത്തോട് യാത്ര പറയാൻ നമ്മെ തുണക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന പലരും നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തത്. ആശുപത്രികളിൽ ICUവിൽ കഴിയുന്നവരുണ്ട്, രോഗികളായി കഴിയുന്ന പലരുമുണ്ട്. ഈ പള്ളിയിൽ ജുമുഅ നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചു വന്ന രോഗികളും എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകരോഗങ്ങളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാരോഗങ്ങളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലുള്ള കൺകുളിർമയുടെ അവസ്ഥ റഹ്മാനായിരുന്നു നമുക്ക് നൽകുമാറാകട്ടെ. ദീനിലേക്ക് തുറവിയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ വളർത്തുമാറാകട്ടെ. നേതൃത്വം നൽകാൻ മാതാപിതാക്കളും നിൽക്കുന്ന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا